ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴ ഈ റിയാക്ഷൻ ആണ്. കന്നഡയിൽ നിന്ന് മറ്റൊരു അഡാർ സാധനം വരുന്നു. ദ ഡെവിൾ. ഒരു ചെകുത്താൻ വരുന്നു. കേടി ദ ഡെവിൾ. എന്തായാലും അതിന്റെ ടൈറ്റിൽ ടീസർ വന്നിട്ടുണ്ട്. ടൈറ്റിലിനായിട്ടൊരു ടീസറോ? പിന്നെന്താ, അങ്ങനെ ചെയ്യാം. അതൊരു പുതിയ സാധനം. തീർച്ചയായിട്ടും അത് നമുക്ക് ഇങ്ങനെ ഇപ്പം കന്നഡ തെലുങ്കുകാരൊക്കെ നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെന്ന് കാണിച്ചു തരും. ഓക്കെ, മലയാളികളും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്യണം. തീർച്ചയായിട്ടും ഒന്ന് എവിടെയെങ്കിലും ഒരു തുടക്കം കുറിച്ചുണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ വരും, ഉറപ്പല്ലേ. നമ്മുടെ ധ്രുവ സർജയാണ് ചിത്രത്തിൽ നായകനായിട്ട് വരുന്നത്. ധ്രുവ സർജ നമുക്ക് അറിയാവുന്ന ഒരു പേരാണ്. എന്താണ്? എല്ലാവർക്കും അറിയാം, മറച്ചിരിക്കൊന്നും വേണ്ട. അതായത് ലാലേട്ടൻ കന്നഡയിൽ ഈ അടുത്ത് ഒരു സിനിമ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഗസ്റ്റ് റോൾ കേട്ടോ. അപ്പോൾ അത് സ്വന്തമായിട്ട് തന്നെയാണ് ആള് ഡബ് ചെയ്യുന്നത്. ലാലേട്ടൻ തന്നെ. എന്തായാലും ആ സിനിമയുടെ നായകനാണ് ധ്രുവ സർജ. അത് ഇതിലാണോ അതോ ഇനി മറ്റൊരു സിനിമയാണോ നമുക്ക് അറിയില്ല കേട്ടോ. അതെന്തായാലും നോക്കിയിട്ട് പറയാം. അതൊരു സത്യം അറിയാം. അപ്പൊ എന്തായാലും നമുക്ക് ടീസർ കാണാം ആദ്യം. അതായത് ടൈറ്റിൽ ടീസർ. എന്താണ് ഈ ടൈറ്റിൽ ടീസർ എന്നുള്ളത് അറിയില്ല കേട്ടോ. നോക്കാം നമുക്ക്. റെഡി? മലയാളം എടുത്തിട്ട് മലയാളം അല്ലാണ്ട് എന്തെങ്കിലും മനസ്സിലാവണ്ടേ? രാമായണ യുദ്ധം പെണ്ണിന് വേണ്ടി, മഹാഭാരത യുദ്ധം എടുക്കാം. പക്ഷെ വേറെ കാര്യം പറയാ, സത്യമായിട്ട് പറയണേ, ഇതിപ്പോ നമ്മളെ തലയിൽ വരും. വേറെ എന്താ പറയാ, നിങ്ങൾ കണ്ടറിഞ്ഞത് ചെയ്തതാണ്. സത്യമായിട്ടും ഞങ്ങൾ കണ്ടിട്ടില്ല. അതെ, ഗോഡ് പ്രോമിസ് പറയാണ്, നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കാണുന്നത് ഇപ്പോഴാണ്. ഇപ്പൊ ലാലേട്ടന്റെ കാര്യം പറഞ്ഞിട്ട് ഈ ലാലേട്ടന്റെ വോയിസ് ഓവർ കേട്ടപ്പോ ഞെട്ടിപ്പോയി. ആ ഞെട്ടന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് സത്യമായിട്ടും അറിയത്തില്ലായിരുന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ അഭിനയിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതെ, വെരി സോറി. അങ്ങനെ തോന്നിയാലും സത്യതാണ്, ഞങ്ങള് കണ്ടിട്ടില്ല. ഫസ്റ്റ് ആണ് കാണുന്നത്. അതെ, അതായത് ലാലേട്ടൻ ഇതിലാണോ അല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. നമ്മൾ അപ്ഡേറ്റ്സിൽ ഈ കീഴിൽ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധ്രുവ സർജ നായകനാവുന്ന ചിത്രത്തില് ലാലേട്ടൻ ഗസ്റ്റ് റോളിൽ എത്തുന്നു എന്നുള്ളത്. ഇത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. പക്ഷെ ഇതുണ്ടല്ലോ, ഇത് ഞെട്ടിച്ചു. ഇതന്നെയാണ് റിയാക്ഷൻ. പിന്നല്ലാണ്ട് നമ്മൾ ആദ്യം പോലെ ഒന്നുകൂടി കാണാം കേട്ടോ. പ്രതീക്ഷിക്കാത്ത സാധനം നമ്മൾ അതിൽ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ റിയാക്ഷൻ. അപ്പൊ നമുക്ക് ആദ്യം പോലെ ഒന്നുകൂടി കാണാം. ഓക്കെ. രാമായണ യുദ്ധം പെണ്ണിന് വേണ്ടി, മഹാഭാരത യുദ്ധം മണ്ണിന് വേണ്ടി, ഈ കലിയുഗ യുദ്ധം തിളയ്ക്കുന്ന ചോരയ്ക്ക് വേണ്ടി. Control calling. All status and walkies control calling. It's an emergency. High alert. It's an emergency. കാർഡ് റിലീസ് ആവാൻ പോകുന്നു. സിറ്റി മുഴുവൻ ടൈറ്റ് ചെയ്യൂ. 24 hours സെക്ഷൻ 144 പ്രഖ്യാപിക്കൂ. ഒരു കാരണവശാലും അവൻ സിറ്റിയിൽ കാലുകൂട്ടാൻ പാടില്ല. കാലി പുറത്തിറങ്ങിയാൽ ഒന്നും രണ്ടുമല്ല, ആയിരക്കണക്കിന് ആൾക്കാരാണ് അവനെ കൊല്ലാൻ കാത്തിരിക്കുന്നത്. സാർ, അവനെ കൊല്ലാൻ ആയിരക്കണക്കിന് പേരുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നാൽ ഇവിടെ അവന്റെ വരവ് ആഘോഷിക്കാൻ ജനസമുദ്രം തന്നെയുണ്ട് സാർ. നിർത്തണോ? എന്തിനാണ് എല്ലാരും ഇവിടെ കാത്തു നിൽക്കുന്നേ? അവൻ എപ്പോഴേ പോയി കഴിഞ്ഞു. കളത്തിലിറങ്ങിയാൽ യുദ്ധം ചെയ്തേ തീരും. മരിച്ചാൽ വീരമരണം, ജയിച്ചാൽ സിംഹാസനം. യുദ്ധം തുടങ്ങിയാലോ?
കേട്ടിട്ടുണ്ട്. അപ്പം അടുത്ത കാന്താര. അടുത്ത കാന്താരല്ലത്, അടുത്ത KGF. അതിന്റെ മുകളിലാണ് KGF ആണത്, അടുത്ത KGF. അതേ സാധനം പോലെ ഫീൽ ചെയ്യുന്നില്ലേ ചില സമയങ്ങളിൽ. അവന് വേണ്ടി ആ സാധനം കറക്റ്റ് KGF-ന്റെ ഒരു ഇതിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഗംഭീര സാധനമായിട്ടുണ്ട്, ഒരു രക്ഷയില്ല, ഞെട്ടിച്ചു കളഞ്ഞു. അയ്യോ, എല്ലാരും ഞെട്ടിച്ചു. അതിന് സൗണ്ട് ഫസ്റ്റ് തന്നെ ഞെട്ടി. അതായത് നമ്മൾ ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്, ഇപ്പൊ ലാലേട്ടൻ ഇതിലാണോ ഉള്ളത്, അത് ഇനി വേറെ ഏതൊരു സിനിമയിലാണോ ഉള്ളത് അറിയൂലെന്ന് പറഞ്ഞു കഴിഞ്ഞ് വീഡിയോ തുടങ്ങുന്നത് ലാലേട്ടന്റെ സൗണ്ടോട് ശരിക്കും ഞെട്ടിപ്പോയി. അപ്പോ ലാലേട്ടനെ ഇതില് കന്നഡ ഡബ് ആണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. അപ്പൊ ഇപ്പൊ മനസ്സിലായത്, അതായത് മലയാളത്തിന്റെ വേർഷനില് ആള് അങ്ങനെയാണ് സംഭവം. അപ്പൊ അഭിനയിക്കുന്നുണ്ടല്ലോ, ഗസ്റ്റ് റോള് വരുന്നുണ്ടല്ലോ. ഇത് തന്നെ ആണോന്ന് അറിഞ്ഞൂടാട്ടോ, ഗസ്റ്റ് റോളിൽ വരുന്ന സിനിമ ജസ്റ്റ് വോയിസ് ഓവർ മാത്രം ചെയ്യുന്നുള്ളെങ്കിലോ അതും ശരിയാണല്ലോ, അതും പറയാൻ പറ്റൂലല്ലോ. അപ്പൊ എന്തായാലും കിടുക്കാച്ചി ഒരു ടീസറാണ് ഇപ്പൊ കണ്ടു. അതായത് നമ്മള് സാധാരണ കാണുന്ന രീതിയിലുള്ള ഒരു സാധനമല്ല, ടൈറ്റിൽ ഡിസൈനിന്റെ ഇത് കാണിക്കാൻ അതിനു വേണ്ടി. അതായത് ടീസർ എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ കാണുന്ന ടീസറൊക്കെ വരുന്നത് 1 മിനിറ്റ് അല്ലെങ്കിൽ 45 സെക്കൻഡ് 50 സെക്കൻഡിലൊക്കെ നിന്ന് ഒതുക്കിപ്പോവും. ഇത് ഒരു ഗംഭീര സാധനമാണ് എന്നുള്ളതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഇവര് 2 മിനിറ്റും 47 സെക്കൻഡും വീഡിയോ ഇട്ടേക്കുന്നത്. ടൈറ്റിലിന് വേണ്ടി മാത്രം ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ കഥ അല്ലെങ്കിൽ സിനിമ എന്ന് പറഞ്ഞ സംഭവം അത്രയും മാരകമായിരിക്കണ്ടേ. അതെ, അതായത് ടൈറ്റിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതില് കഥാപാത്രം കാണിക്കുന്നുണ്ട്, കഥാപാത്രത്തിന്റെ സ്വഭാവം കാണിക്കുന്നുണ്ട്, ടോട്ടൽ ഏതൊക്കെ എന്താണ് അവസ്ഥ എന്നൊക്കെ അറിയാം. അതായത് ആളെ കൊല്ലാനായിട്ട് ഒരുപാട് പേര് കാത്തുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആൾക്ക് സപ്പോർട്ട് വരവേൽക്കാനും അതുപോലെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. ഈ ഭീകര സാധനം തന്നെ ഏതാണ്ടൊക്കെ KGF-ന്റെ എത്തുന്നത് തന്നെ ആയിരിക്കും. പക്ഷെ ഇവരിനി KGF പോലെ തന്നെ ആണെങ്കിലും കന്നഡ സിനിമ ഇവരുടെ ഒരു പോസിറ്റീവ് സൈഡാണോ പറയുന്നത്. ആ ഒരു മോഡിലുള്ള അല്ലെ ആ ഒരു ടൈമിലെ കാലഘട്ടത്തിലെ കഥ പറയുകയാണെങ്കിൽ പോലും അതെ, ഇതിപ്പോ അങ്ങനെ നമുക്കറിയില്ല. അതെ, ഡ്രസ്സിങ് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം പാന്റൊക്കെ ബെൽബോട്ടം പാന്റൊക്കെയാണ് കാണുന്നത്, അതേപോലെ ഷർട്ടും അങ്ങനത്തെ ഇതാണ് കാണിക്കുന്നത്. അറിഞ്ഞുകൂടാ അതാണോ അല്ലയോ എന്നൊന്നും. പക്ഷെ ഇനി അങ്ങനെ ആണെങ്കിൽ പോലും അവരതിനകത്ത് കൊണ്ടുവരുന്ന കുറെ വെറൈറ്റി സംഭവങ്ങളുണ്ട്. അത് മേക്കിംഗ് ഭയങ്കര ഇവരുടെ കാരണം ഈ കന്നഡ സിനിമ ഇൻഡസ്ട്രിക്ക് എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ, അവരുടെ മേക്കിംഗ് ഒരു രക്ഷയില്ല. അവിടെ അവർക്ക് സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവർക്ക് വെളിച്ചം വന്നപ്പോ അവരുടെ സിനിമയുടെ വെളിച്ചം കുറച്ച് കുറഞ്ഞു. അതെ, കുറച്ച് ഡാർക്കായി അല്ലേ. പിന്നെ തീ, പൊടി, ഐറ്റംസ്, ഗ്രേ, വൈറ്റ്, ഇപ്പൊ ഇതിൽ തന്നെ ആ ജനങ്ങള് 10,000-കണക്കിന് ആളുകൾ ഉണ്ടെന്ന് പറയുമ്പോ തന്നെ ആ ഒരു ലൈറ്റിംഗ് ഉണ്ടല്ലോ മോളിൽ നിന്നുള്ള ഷോട്ടിന് വന്നപ്പോലെ എന്തൊരു രസമാണ്. അതേപോലെ ടയറ് പിന്നെ വിട്ടുവീഴ്ചല്ല, മാസമായിട്ട് അത് കുറച്ച് കൂടുവോ എന്നൊന്നും അവർക്ക് അങ്ങനത്തെ പേടിയില്ല. അങ്ങനെ പേടിയില്ല. അവർക്ക് എങ്ങനെ അവർക്കൊരു സിനിമ കൊടുക്കുന്നത്, അതെ അവരുടെ പ്രേക്ഷകർ എന്താണ് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചാണ് അവർ കൊടുക്കുന്നത്. അല്ലാതെ മാസ് കൂടിന്ന് നമ്മൾ വിമർശിക്കപ്പെടും എന്നുള്ള ഒരു പേടിയൊന്നും ഒരിക്കലും അങ്ങനത്തെ സംഭവമില്ല. അതിന്റെ ഭാഗമാണ് ആ ഷൂ ഒക്കെ കത്തി വരുന്നത്. അപ്പൊ നമ്മുടെ നായകന്മാരാണ് വരുന്നെങ്കിൽ അയ്യേ, അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ തന്നെ ഇരുന്ന് പറയും അയ്യേ ഷൂ കത്തുന്നു. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അങ്ങനത്തെ ടൈപ്പിലുള്ള സിനിമ നമ്മൾ കണ്ടിട്ടില്ല. ഇവരുടെ സിനിമകളിലൊക്കെയാണ് നമ്മൾ കൂടുതൽ അങ്ങനത്തെ സാധനങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഓൾറെഡി അവർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ, നമുക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. അവരുടേതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടേതായ രീതിയിൽ അത് അക്സെപ്റ്റും ചെയ്യുന്നില്ല. അത് അംഗീകരിക്കാൻ അങ്ങോട്ടും സമ്മതിക്കാൻ അങ്ങോട്ടും മടിയാ. അതെ, എത്തിക്കോളും, നമ്മളൊക്കെ മാറിക്കോളും, എല്ലാരും മാറിക്കോളും. എന്തായാലും ഈ രീതിയിലുള്ള സിനിമകൾ മാത്രമല്ല കേട്ടോ സംഭവിക്കുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. വളരെ മികച്ച നല്ല രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള സിനിമകളുണ്ട്. അതാണ് ഈ അടുത്ത് വന്ന ഇപ്പൊ നമ്മൾ ചിന്തിച്ചുകൊണ്ട് സംഭവം ഉണ്ട്. ഈ അടുത്ത് ഇറങ്ങിയ സിനിമകളും കാന്താര, KGF 1, KGF 2, കാന്താര, ചാർലി, പിന്നെ ഇപ്പൊ കബ്സ, ഉപേന്ദ്രയും കിച്ച സുദീപും ഒരുമിച്ച് വരുന്ന സിനിമയാണ്. അതും ഒരു മാരക സംഭവം തന്നെ ആയിരിക്കും. വെയിറ്റിംഗിലുള്ള സിനിമകളാണ്. അത് പക്കാ KGF ആയിട്ട് നമുക്ക് തോന്നിയത്. തീർച്ചയായും. അപ്പൊ എന്തായാലും ഈ സിനിമയ്ക്ക് വേണ്ടി അപ്പം കട്ട വെയിറ്റിംഗിലാണ് അല്ലേ. അപ്പം എന്തായാലും വെയിറ്റ് ചെയ്യാം, വരട്ടെ. അപ്പൊ ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.